ക്രിസ്മസിന് ക്രിബ് ഒരുക്കാനായിട്ട് സ്റ്റാർസും ലൈറ്റ്സും ഡെക്കറേഷൻ ഐറ്റംസും ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മുനമ്പങ്കാരുടെ സ്വന്തം ബ്രോഡ്വേ എന്ന് ഞങ്ങൾ പറയുന്ന കച്ചേരിപ്പടിയിലേക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പം ഞാനും അപ്പച്ചനും ചച്ചും ഇച്ചാനും കൂടിയാണ് വന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ LED സ്റ്റാർസ് ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇത്തവണ എറണാകുളം ബ്രോഡ്വേയിൽ പോയി വാങ്ങാനുള്ള സമയം നമുക്ക് കിട്ടിയില്ലടാ. അല്ലെങ്കിൽ എല്ലാ കൊല്ലവും ബ്രോഡ്വേയിൽ പോയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. ഇത്തവണ ക്രിസ്മസിന്റെ തലേ ദിവസം വരെ നമുക്ക് നല്ല തിരക്കായിരുന്നു. ഇവിടെ തന്നെ വെറൈറ്റി LED സ്റ്റാർസ് ഒക്കെ ഉള്ളത് സ്ഥിതിക്ക് എറണാകുളത്തെ കളക്ഷന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നതിൽ നോക്കിയിട്ട് നല്ല ഭംഗിയുള്ള 2 LED സ്റ്റാർസ് നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്തെ ക്രിസ്മസ് ആയിട്ട് ഇതുപോലെ പർച്ചേസിനൊക്കെ പോയ ഓർമ്മകളൊന്നും തന്നെ എനിക്ക് ഉണ്ടായിട്ടില്ലാന്നേ. എൻ്റെ വീട്ടിലാകെ സ്റ്റാർ ഇടും, പക്ഷെ ആ സ്റ്റാർ അപ്പച്ചൻ തന്നെ പോയി വാങ്ങിയതായിരിക്കും. പിന്നെ എൻ്റെ കല്യാണത്തിന് 1 വർഷം മുമ്പേ ഒരിക്കൽ മാത്രം ക്രിബ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ആലോചിക്കുകയാണെ, അന്നൊക്കെ എന്തേ ആവോ വീട്ടിൽ ഇതുവരെ അങ്ങനെയൊന്നും ചെയ്യാത്തതെന്ന്. അന്നത്തെ സാഹചര്യങ്ങളും അങ്ങനെയെല്ലാം ആയിരുന്നിരിക്കാം. പക്ഷെ അമ്മ ഡ്രസ്സ് എടുത്ത് തരുമായിരുന്നു കേട്ടോ, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പോ ഇതൊരു വ്ലോഗ് ആക്കാൻ കാരണം പിന്നീട് കുറെ നാളുകളോ വർഷങ്ങളോ കഴിയുമ്പോൾ ഇതെല്ലാം എടുത്തു നോക്കുമ്പോൾ എല്ലാം മധുരമുള്ള ഒരു ഓർമ്മയായിരിക്കും. അപ്പൊ ചച്ചു വലുതായിട്ടുണ്ടാവും. ഇനി നമ്മൾ കുറച്ച് ഡെക്കർ ലൈറ്റ്സ് ആണ് കേട്ടോ നോക്കുന്നത്. എനിക്കും ചച്ചുവിനും അപ്പച്ചനും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഈ ലൈറ്റ് ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ. പിന്നെ ഈ വീട്ടില് പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുന്നത് അപ്പച്ചൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അപ്പച്ചന്റെ ഇഷ്ടത്തിനെല്ലാം വാങ്ങാൻ അപ്പച്ചനെയും കൂടെ കൂട്ടി. ലൈറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും ഓരോ വീടുകളിൽ ഇങ്ങനെ ഇട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഫേവറേറ്റ് ആയത് ഗോൾഡൻ യെല്ലോ ലൈറ്റ് ആണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ലുക്ക് ഉണ്ടാവും. ഓരോ ലൈറ്റ്സിനും ഓരോ ഭംഗിയാണല്ലോ. പിന്നെ അത് ഓരോ രീതിയിൽ ഇടുമ്പോഴാണ് അതിനൊക്കെ ഭംഗി കൂടുന്നത്. ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായങ്ങളാണല്ലോ, ഓരോരുത്തർക്കും പല ഇഷ്ടങ്ങളുമാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് ഈ ലൈറ്റ് കുറച്ച് നല്ല വെറൈറ്റി ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടോ, അതാണ് അത് സെലക്ട് ചെയ്തത്. എക്സാം കഴിയുന്നതിന് മുമ്പ് തന്നെ ആയിട്ട് ചച്ചു പറയുന്നുണ്ടായിരുന്നു, അപ്പ സ്റ്റാർ വാങ്ങണം, ലൈറ്റ് വാങ്ങണം എന്നൊക്കെ. അവൻ്റെ എക്സാം കഴിയാൻ നിന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് അവനെയും കൂട്ടി വന്നത്. നമ്മൾ ബ്രോഡ്വേയിലാണ് പോയിരുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയേനെ. ഇവിടെ ലൈറ്റ്സിന് കളക്ഷൻ ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളതിൽ നല്ല നോക്കി നമ്മൾ എടുത്തു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ട്രീ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഡെക്കർ ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാ വർഷവും നമ്മൾ ഒരു ട്രീ വെട്ടി വെക്കാറുണ്ട്, പക്ഷെ നമ്മുടെ കയ്യിലോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ട്രീ ഇരിപ്പുണ്ട്. അത് രണ്ടും വെക്കാറുണ്ട്. പക്ഷെ ഇത്തവണ നമ്മൾ മരമൊന്നും വെട്ടി വെക്കാതെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആ ട്രീ മാത്രം വെക്കാന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആ ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഡെക്കർ ഐറ്റംസ് വാങ്ങാൻ പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടേക്കുന്നത് ട്രീസ് ഒക്കെ അലങ്കരിക്കുന്നത് കുഞ്ഞു കുഞ്ഞു ബോൾസും പേപ്പർ റിബൺസും ബലൂൺസും ഒക്കെ വെച്ചിട്ടാണ്. ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. പിന്നെ ഇപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡെക്കർ ഐറ്റംസ് കൂടുതൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ടും എല്ലാവരും പ്രിഫറൻസ് ഇങ്ങനെയുള്ള ഐറ്റംസിനാണ് കൂടുതൽ കൊടുക്കുക. അതുമല്ല, ട്രീസിലൊക്കെ ഇങ്ങനെ തൂക്കിയിടുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഇതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഡെക്കർ ഐറ്റംസ് ഒക്കെ നമ്മൾ കുറച്ച് സെലക്ട് ചെയ്ത് വെച്ച് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചച്ചുവിനെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ചൂണ്ടിക്കാണിച്ച് വാങ്ങുന്ന് പറയും. പക്ഷേ ആള് വാങ്ങണത് കൂടാതെ അപ്പച്ചൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കില്ല കേട്ടോ. അടുത്തത് നമ്മൾ നോക്കുന്നത് നോർമൽ ആയിട്ടുള്ള 2 ചെറിയ വൈറ്റ് സ്റ്റാർസ് ആണ്. പിന്നെ ഏറ്റവും ഉയരത്തിലിടാനുള്ളൊരു സ്റ്റാറും കൂടി വേണം. അത് വീട്ടിലുള്ളൊരു പുളിമരത്തിൽ നല്ല ഉയരത്തിലിടാനുള്ളതാണ്. നോർമൽ സ്റ്റാർസിന്റെ കളക്ഷനും ഇവിടെ കുറവായിരുന്നു കേട്ടോ. അവിടെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് അപ്പച്ചന് ഇഷ്ടപ്പെട്ട ഒരു റെഡ് വാൽനക്ഷത്രം നമ്മൾ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിലിടാനുള്ള ബൾബുകളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ആ നമ്മുടെ റെഡ് വാൽനക്ഷത്രം ആ ചേട്ടൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ മഞ്ഞുമാത ബസിലിക്ക പള്ളിയിലെ കരോള് വരുന്നത് കണ്ടത്.
ഇത് കരോളായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം വാങ്ങി ബില്ലും പേ ചെയ്ത് വീട്ടിലേക്ക് പോരാൻ പോവാണ് കേട്ടോ. ഇന്ന് 23 ഡേറ്റ്. ചച്ചുവിന്റെ എക്സാം ഇന്നാണ് തീർന്നത്. അതുകൊണ്ടാണ് ഇന്നത്തേക്ക് നമ്മൾ മാറ്റി വെച്ചത്. ഇനി വേഗം വീട്ടിലെത്തിയിട്ട് വേണം ഇതൊക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ. അങ്ങനെ ചായ വണ്ടി നേരെ കൊണ്ടുവന്ന് വണ്ടിയുടെ ഡിക്കിക്കുള്ളിലാക്കി നേരെ വീട്ടിലേക്ക് പോരുവാണ് കേട്ടോ. വീട്ടിൽ വന്ന ഉടനെ ഇച്ചായൻ ലൈറ്റൊക്കെ നിവർത്തി ചെക്ക് ചെയ്ത് നോക്കുവാണേ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച LED സ്റ്റാർസും ഡെക്കർ ഐറ്റംസ് ഒക്കെ. അപ്പൊ ഇച്ചായനെ സഹായിക്കാനായിട്ട് അമ്മിച്ചിയും കൂടെ അപ്പച്ചനും ഒക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വാൽനക്ഷത്രം സെറ്റ് ചെയ്യലാണേ നടക്കുന്നത്. ഞാനേ ഇന്നലെ നൈറ്റ് ഈ വാൽനക്ഷത്രം ഇത്രയും ഹൈറ്റിൽ കണ്ടിട്ട് ഞാൻ ഇച്ചാനോട് ചോദിക്കുമായിരുന്നേ, ഇത്രയും ഹൈറ്റിൽ എങ്ങനെ ഈ സ്റ്റാർ തൂക്കിയെന്ന്. ഈ വീഡിയോ എടുത്ത് വെച്ചേക്കണ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഡബ് ചെയ്യാനിരുന്നപ്പോഴാണ് സ്റ്റാർ എങ്ങനെ തൂക്കിയെന്ന് നീ മനസ്സിലായത്. എല്ലാ വർഷവും അപ്പച്ചൻ തന്നെ തൂക്കാറ്. അപ്പച്ചന് കുറെ ഐഡിയാസും ഉണ്ട്. പിന്നെ നൈറ്റ് നമ്മുടെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ നേരെ മുൻപ് മാണി ബസാറിലുള്ള നോബി ബേക്കറിയിലേക്ക് കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണേ. നമ്മൾ ക്യാരറ്റ് കേക്കാണ് കേട്ടോ വാങ്ങുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പൊ ക്യാരറ്റ് കേക്കിന്റെ ലവേഴ്സാണ് വീട്ടിലെല്ലാവരും. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് മിഠായി ഒക്കെ വാങ്ങി കഴിച്ചു. പിന്നെ നമ്മൾ ഫ്രഷ് ലൈം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ വീട്ടിൽ ലൈറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്ക് ഇതാണേ. ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിലുള്ള റെഡ് വാൽ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അപ്പൊ എല്ലാം കൂടി ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ 2025 വർഷത്തിലെ ഞങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാകാം, ചിലപ്പോൾ നിങ്ങൾ ആഘോഷത്തിലായിരിക്കാം. എന്തായാലും ഏവർക്കും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.